സുൽത്താന പാട്ടുകൂട്ടത്തിൻ്റെ ഈ മനോഹരമായ സായം സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ചേരാനും കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനും സാധിക്കുന്നതിൽ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വളരെ സന്തോഷം തോന്നുകയാണ്. ഒരു വലിയ പ്രസംഗം നടത്തി നിങ്ങളെ വധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു മുഹൂർത്തമാണ് CV കുട്ടിയും സംഘവും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആലങ്കാരികമായി പറയല്ല, ഇന്ന് പാട്ടിൻ്റെ പരിപാടിയൊക്കെ സത്യത്തിൽ ഒരുതരം അപസ്മാരം ബാധിച്ചതുപോലെ കലകളെല്ലാം കൊലക്കളമായി മാറുന്ന ഒരു കാലത്താണ്, കല്ലിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴുള്ള ഈ പാട്ടുകൂട്ടത്തിൻ്റെ പഠിതാക്കളുടെ ഈ സംഗീതമൊക്കെ കേട്ടപ്പോഴും ഒരുപാട് സന്തോഷമുണ്ടായി. ഇങ്ങനെ ഒരുപാട് കാലമായി ഇങ്ങനെയൊക്കെ ഒന്ന് കേട്ടിട്ട്. കാരണം ഈ പാചകത്തെക്കുറിച്ച് പറഞ്ഞല്ലേ, ഞാൻ പാചകകലയായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ അസൽ ദമ്മ ബിരിയാണിയുടെ ഒരു സൗന്ദര്യം പലപ്പോഴും പുതിയ തലമുറക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് ഒരു കളറിൽ നല്ല മുക്കിയ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒരു നെയ്ച്ചോറിൻ്റെ അകത്ത് ആ പൊരിച്ചത് വെച്ചു കൊടുത്ത് മുട്ട റോസ്റ്റിൻ്റെ കുറച്ച് മസാല പോലെ ഉള്ളി മസാല വെച്ചു കൊടുത്താൽ അവർക്ക് ബേഷായി. അപ്പം ഞാൻ ഈ കരോക്കയുടെയും ഈ തനത് സംഗീതത്തിൻ്റെയും മാറ്റം ഇവിടുന്ന് അനുഭവിച്ചറിയായിരുന്നു. അപ്പോൾ കരോക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവർ പാട്ടുകാരെ ഞാൻ ചെറുതാക്കുന്നതല്ല കേട്ടോ, വളരെ മനോഹരമായി പാടുന്നവരാണ് അവർ, നല്ല ടാലൻ്റ് ഉള്ളവരാണ്. പക്ഷേ അതിൻ്റെ ഉറവയിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ സൗന്ദര്യമാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാട്ടിൽ മാത്രമല്ല, പ്രസംഗത്തിലും എഴുത്തിലും പാചകത്തിലും ഒക്കെ കാണാനുണ്ടെന്ന് നമുക്ക് പറയുമ്പോൾ തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തൊക്കെ ബിരിയാണി കിട്ടും. തലശ്ശേരി ബിരിയാണിയുടെ 4 അയലത്ത് പോയിട്ടുണ്ടാവില്ല. അത് ഈ ഗൾഫുകാരുടെ ഭക്ഷണം പോലെയാണ്. പലപ്പോഴും ഗൾഫുകാരുടെ ഭക്ഷണത്തെക്കുറിച്ച് ഇവിടെ പ്രവാസികളൊക്കെ ഇരിക്കുന്നുണ്ടാവും, അവരുടെ ഫാമിലിയൊക്കെ ഇരിക്കുന്നുണ്ടാവും. അത് ഒരു പ്രത്യേക മെനു ആണ്. അതായത് ഇറച്ചിക്കറിക്ക് എന്താണ്? ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി. മീൻകറിക്കാണോ? ഉള്ളി, പച്ചമുളക്, വെള്ളുള്ളി, തക്കാളി, ഇഞ്ചി പഴറ്റിയിട്ട് മീൻ ചേർക്കുന്നു. പച്ചക്കറിയാണെങ്കിലും തദൈവ. ഇപ്പറഞ്ഞ പോലെയാണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഉള്ളി ഒരുപാട് മുറിച്ചിട്ടാലാണ് ഏറ്റവും നല്ല ബിരിയാണി ആകാന്ന് തോന്നുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ്. അക്കോലത്തിലാണ് പാട്ടിനും സംഭവിച്ചിരിക്കുന്നതെന്നുള്ളൊരു സാന്ദർഭികമായിട്ട് അക്കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പ്രത്യേകം പറയാനില്ല. ഒരു പ്രഗത്ഭനായ മാപ്പിളപ്പാട്ട് രചയിതാവും, മാപ്പിളപ്പാട്ടിൻ്റെ ആധുനിക കാലത്തെ PT അബ്ദുറഹിമാൻ എന്ന് ഞാൻ അഭിമാനപൂർവ്വം എൻ്റെ സുഹൃത്തിനെ കുറിച്ച് പറയും. അപ്പൊ പാട്ടിൻ്റെ അവസ്ഥ നോക്കിയാട്ടെ. പൊതുവിൽ എല്ലാ പാട്ടിനും ഉണ്ട്. കുറേ പെണ്ണിനെ വിളിച്ച് നിലവിളിക്കുന്ന അവശ കാമുകന്മാരുടെ അവസാനത്തെ അഭയകേന്ദ്രമാണോ ഈ മാപ്പിളപ്പാട്ട് എന്നൊക്കെ തോന്നിപ്പോകും. അതായത് ഒരുപാട് പേര് വിളിക്കുക, സക്കീന, ഫർസാന എന്നൊക്കെയാണ്. നിന്നെ നോക്കിയിട്ട് കുറേ കാലമായി ഞാൻ നടക്കുന്നത്, നീ എൻ്റെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തെന്ന് ചോദിച്ചിട്ടുള്ള കുറേ വയറിളക്കം പോലുള്ള കുറേ വാക്കുകൾ. അതിൻ്റെ ഇടയിൽ പുട്ടിനിടയിൽ തേങ്ങ ഇടുന്ന പോലെ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി എപ്പം മൊത്തം പൈങ്കിളി ആവരുതല്ലോ. അപ്പൊ പെണ്ണിനെ വിളിച്ചിട്ട് ഇടയ്ക്ക് ഒരു പടച്ചോനെ വിളിക്കും. പടച്ചോനെ, എത്ര കാലമായി നിന്റെ പിറകെ ഞാനിങ്ങനെ നടക്കുന്നു, നീ ഒരു ഉത്തരവും തരുന്നില്ലല്ലോ എന്ന മട്ടിലുള്ള ഒരു രീതി മസാല പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ സദസ്സിലേക്ക് അങ്ങോട്ട് പോകുന്നില്ലല്ലോ ആ പാട്ട്. അപ്പൊ വരികളുടെ സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെട്ടു. ആ മാപ്പിളപ്പാട്ടിന് മാത്രമല്ല, ഇന്ന് കുട്ടിയൊക്കെ എന്താ വേണ്ടത്? എല്ലാം ഒരുതരം അവസ്മാരം ബാധിച്ചതുപോലെ പാലാപ്പള്ളി തിരുപ്പള്ളി സ്റ്റൈലിൽ ശ്രുതിയും വേണ്ട, താളവും വേണ്ട, തുള്ളണം, പെടക്കണം എന്ന രീതിയിലേക്ക് സംഗീതമൊക്കെ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു സംഗമം, നിങ്ങളെ ഈ നാട്ടുകാരെ, ഈ സാംസ്കാരിക സദസ്സിനെ ഞാൻ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുകയാണ്. സ്വസ്ഥമായി ശാന്തമായി മനസ്സിനൊരു സുഖം കിട്ടുന്ന ഒരു സുഖാനുഭൂതി, എല്ലാവരും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇതിൽ ഒത്തുചേരുമ്പോഴുള്ള സന്തോഷം. പിന്നെ കുട്ടിമാഷെ കുറിച്ച് പറയുമ്പോൾ CV കുട്ടി, ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് പഴയ തലമുറയിലെ പാട്ടുകാരെയും പുതിയ തലമുറയിലെ പാട്ടുകാരെയും ഒന്നിച്ച് ചേർക്കുന്നൊരു കണ്ണിയാണ്. ഇപ്പൊ വിയൻകുട്ടി മാഷ പറഞ്ഞു, വിയൻകുട്ടി മാഷിന്റെ പേരിലാണ് എനിക്കൊരു പുരസ്കാരം ലഭിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്.
കണ്ണൂരിലുള്ള എനിക്ക് എൻ്റെ പ്രവർത്തനത്തെ ഗവേഷണവും നിരൂപണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, ഞാൻ വലിയ സേവനങ്ങളൊന്നും ചെയ്ത ആളല്ല. പക്ഷെ വിയ്യൻകുട്ടി മാഷ പോലുള്ള മാപ്പിളപ്പാട്ടിൻ്റെ ആചാര്യന്മാരുടെ സേവനങ്ങളെ സമൂഹത്തിന് തുറന്ന് കാണിച്ചു കൊടുത്തിരുന്നു, അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. വിയ്യൻകുട്ടി മാഷാണ് സത്യത്തിൽ മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയത് എന്ന് നമുക്ക് പറയാം. കല്യാണ വീടുകളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന പാട്ടിനെ സിനിമയിലൂടെ, നാടകത്തിലൂടെ, വലിയ വലിയ ജനകീയമായ പരിപാടികളിലൂടെ ജനങ്ങളിലെത്തിക്കാൻ സംഗീതജ്ഞന്മാരെ ബന്ധപ്പെട്ടു, രാഘവ മാഷ പോലുള്ളവരെ, അല്ലെങ്കിൽ ഒരുപാട് പ്രഗത്ഭരുമായി സഹവസിച്ചുകൊണ്ട് മാപ്പിളപ്പാട്ടിനെ സമ്പന്നമാക്കിയ ഒരാളാണ് വിയ്യൻകുട്ടി. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മുടെ സി വിയ്യക്കുട്ടി മാഷ്. ഒട്ടും നാട്യങ്ങളില്ലാതെ നാട്ടുംപുറത്തുകാരനായി സാധാരണക്കാരെ പോലെ നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും ഒരു മാപ്പിളപ്പാട്ടിൻ്റെ വലിയ ഇതിഹാസമാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. കാരണം പുതിയ തലമുറ അദ്ദേഹത്തെ പഠിക്കണം. എന്തുമാത്രം സമർപ്പിതമായിട്ടാണ് സംഗീതത്തെ അദ്ദേഹം കാണുന്നത് എന്ന് ഈ ഒരു ചടങ്ങിലൂടെ തന്നെ ബോധ്യപ്പെടും. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഘത്തിന് ഞാൻ എൻ്റെ അഭിവാദ്യം നേരുകയാണ്. അതിലെ കുട്ടികളുടെ പഠിതാക്കൾ, മുതിർന്നവരൊക്കെ കുട്ടികളായിട്ട് ഇങ്ങനെ ഒത്തുചേരുന്ന ഇത്തരം സംഗമങ്ങൾ, ഇത്തരം പരിപാടികൾ വളരെ അപൂർവമാണ്. അപൂർവ ശോഭയുള്ള സംഗീത സമാഗമം എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കട്ടെ. പിന്നെ മറ്റൊരു വലിയ ലെജൻഡാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തെ എത്ര പേര് തിരിച്ചറിഞ്ഞു എന്നറിയില്ല. ബാബുരാജിനെ പോലെ മലബാറിൻ്റെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ മനസ്സിൽ നിന്ന് വേറിട്ടു പോകാതെ കരളിൽ തുടിച്ചു നിൽക്കുന്ന പ്രാണസഖിയും താമസമെന്തയും സുറുമ എഴുതിയ മിഴികളെ, ആ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇരിക്കുന്നത്. ഒരേ സമയം ഹിന്ദുസ്ഥാനി, അതേ സമയത്ത് എസ് എം കോയക്കയൊക്കെ കാണിച്ചു തന്ന മാപ്പിളപ്പാട്ടിൻ്റെ തേനിശലുകൾ ഉണ്ടല്ലോ. ഒരുപക്ഷെ ഗന്ധർവനായ യേശുദാസിന് പോലും എസ് എം കോയക്കനെ പോലെ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു മധുരിമ ചുരത്താൻ സാധിച്ചു എന്ന് വരില്ല. അത് മാപ്പിളപ്പാട്ടിൻ്റെ മാത്രം കഴിയുന്ന ഒരു സിദ്ധിയാണ്. ആ സിദ്ധി ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വായനയൊക്കെ ബാബുരാജിൻ്റെ മാന്ത്രിക വിരലിനെ ഓർമ്മിച്ചു പോകും. ഞാൻ ആ വിരലുകളെ ഉമ്മ വെച്ച ആലങ്കാരികമായി മാത്രമല്ല, എനിക്ക് ഉമ്മ വെക്കാനുള്ള ഒരവസരം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രമാത്രം വിനയാന്വിതനായ, പ്രതിപാദനനായ ഒരു മ്യൂസീഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടി അരീക്കോട് എന്ന കുട്ടിക. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ വേദിയിൽ ബാപ്പു വാവാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എനിക്ക് വളരെ അഭിമാനമുള്ള ആളാണ്. നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു പാട്ട് നമ്മുടെ അക്ബർ, എന്താണ് സിനിമയുടെ പേര്? പറഞ്ഞോളൂ. അമർ അക്ബർ അന്തോണി. അതിലെ ഹിറ്റ് ഗാനം ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തെ മുല്ലക്ക് എന്നുള്ള മനോഹരമായ ഒരു പൂമാലയിൽ കോർത്ത പോലെ മനസ്സിൽ ഇങ്ങനെ തുടിച്ചു നിൽക്കുന്ന ആ ഗാനരചയിതാവാണ് നമ്മുടെ ബാപ്പു വാവാട്. മാപ്പിളപ്പാട്ടിന് ഒരുപാട് മനോഹരമായ പാട്ട്. ഈ തല്ലിപ്പൊളി കുറേ പാട്ടില്ലേ, എന്തെന്നാന്ന് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, നീ അങ്ങോട്ട് പോയി പറച്ചലാന്ന് പാട്ട്. അവർക്കിപ്പോൾ പാട്ടുകാർക്ക് കവികളെയൊന്നും ആവശ്യമില്ല. സത്യത്തിൽ എന്തിന് കവികൾ, നമ്മൾ എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ പൊള്ളയായ സാധനങ്ങൾ, വർത്താനം പറയുന്ന സാധനങ്ങൾക്കിടയിൽ ബാപ്പു വാവാടിനെ പോലുള്ള പുതിയ രചയിതാക്കൾ വരണം. അതിനും സുൽത്താന പാട്ടുരമക്ക് അത്തരം വേദികൾ ഒരുക്കാൻ സാധിക്കട്ടെ. അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നല്ല കനപ്പെട്ട പാട്ടുകൾ ഉണ്ടായാലേ, തീർച്ചയായിട്ടും രചനകൾ ഉണ്ടായാലേ പാട്ടുകൾ ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെ കൂടുതൽ മുഷിപ്പിക്കുന്നില്ല. PH അബ്ദുള്ള മാഷ് എന്നൊരു ഓർമ്മ കൂടി ഇവിടെ സുൽത്താന പാട്ടുകൂട്ടം ഇവിടെ അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് നൽകുന്നതായിട്ട് കണ്ടു. അദ്ദേഹം മാപ്പിളപ്പാട്ടിന് വേണ്ടി ജീവിച്ച ഒരു പ്രതിഭയാണ്. 10-15 വർഷത്തോളം കണ്ണിന് കാഴ്ചയില്ലാതായിട്ടും നിരവധി ഗ്രാമാന്തരങ്ങളിൽ, ഗൾഫ് നാടുകളിലെല്ലാം പോയിട്ട് ഈ മാപ്പിളപ്പാട്ടിൻ്റെ സൗന്ദര്യത്തെ സമൂഹത്തിന് പ്രചരിപ്പിച്ചൊരു വലിയ മനുഷ്യനായിരുന്നു. ഇപ്പം അടുത്ത് മരിച്ചുപോയി. കാഴ്ചയില്ലാതെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി, മൈത്രിക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രാർത്ഥനാപൂർവം നിൽക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടിൻ്റെ വരി മൂളിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു അവസരം അവസാനിപ്പിക്കുകയാണ്. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണുപൂക്കളെ, ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം, എന്തിനു പിന്നെ
നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയതിനാടിതിനല്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ? കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരല്ലേ, കണ്ടവരല്ലേ? എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്നെ ക്ഷണിച്ചതിന് നന്ദി, എന്നെ ഇവിടെ ആദരിക്കുന്നതിന് നന്ദി. പ്രിയപ്പെട്ട CV കുട്ടിക്ക, സുൽത്താന പാട്ടുകൂട്ടം, ചെറുവാടിയിലെ ഈ സാംസ്കാരിക സദസ്സിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.